നാളത്തെ സ്വാതന്ത്ര്യദിനത്തെ വർണ്ണാഭമാക്കുവാൻ ദേശീയ പതാകയുടെ നിറത്തിലുള്ള വിവിധതരം ഉൽപ്പന്നങ്ങളൊരുക്കി കൊല്ലം പനയം ബഡ്സ് സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും. പനയം ഗ്രാമപഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്നേഹവീടെന്ന ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ ഭിന്നശേഷി വിദ്യാർത്ഥികളാണ് തങ്ങളുടെ വൈകല്യങ്ങളെ മറികടന്ന് കഴിവുകൾ തെളിയിച്ചത്. ദേശീയ പതാക, കമ്മൽ, മാല, കയ്യിൽ കെട്ടുന്ന ബാൻഡ്, ഹെയർ ബാൻഡ്, ബാഡ്ജ് എന്നിങ്ങനെ 7 തരത്തിലുള്ള ഉൽപ്പന്നങ്ങളാണ് ഇവരുടെ കരവിരുതിൽ വിപണിയിൽ ഇറങ്ങിയത്. ഇവിടെയുള്ള 42 വിദ്യാർത്ഥികളും അവരുടെ അധ്യാപകരും ചേർന്നാണ് വിവിധതരം ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചത്. പനയം ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലെ സ്കൂളുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലുമൊക്കെ ഇവരുടെ ഉൽപ്പന്നങ്ങളും എത്തിക്കഴിഞ്ഞു. 7 ഇനങ്ങളുള്ള ഒരു കിറ്റ് 150 രൂപയ്ക്കാണ് ഇവർ വിറ്റഴിക്കുന്നത്. പനയം ഗ്രാമപഞ്ചായത്ത് സ്നേഹവീട് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലേക്ക് ഇപ്പോൾ നിങ്ങൾ വന്നാൽ നമ്മളുടെ കുട്ടികൾ ചെയ്യുന്ന സ്വാതന്ത്ര്യദിന ആഘോഷത്തിൻ്റെ ഭാഗമായി കുട്ടികൾക്ക് വേണ്ടുന്ന ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നത് കാണാം. അതായത് ഹെയർ ബോ, ഹാൻഡ് ബാൻഡ്, മാല തുടങ്ങിയ ഉൽപ്പന്നങ്ങളാണ് അവർ ദേശീയ പതാകയുടെ നിറത്തോടു കൂടിയ ഉൽപ്പന്നങ്ങളാണ് നിർമ്മിക്കുന്നത്. ഇവർക്ക് ഐ ഹാൻഡ് കോർഡിനേഷനും മാനസിക ഉല്ലാസത്തിനും വേണ്ടിയിട്ടാണ് ഈ ഒരു ആശയം നമ്മളുടെ പനയം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഈ ആശയം അധ്യാപകരിലേക്ക് എത്തിക്കുകയും അധ്യാപകർ അത് ഏറ്റെടുക്കുകയും നമ്മളുടെ കുട്ടികൾ അത് വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തു. ഒരു കിറ്റിന് 100 രൂപ ഇനത്തിലാണ് ഇത് വിറ്റഴിക്കുന്നത്. ജന്നത്തുനിസ, ആതിര, ജിഷ, ഹീര എന്നീ യോഗ്യത നേടിയ 4 അധ്യാപകരും ഇവരെ പരിശീലിപ്പിക്കുന്നതിനായി സ്നേഹവീട്ടിലുണ്ട്. ഇതോടൊപ്പം തന്നെ കരകൗശല വസ്തുക്കൾ, ലോഷൻ, ഹാൻഡ് വാഷ്, ചവിട്ടുപായ, പുസ്തക നിർമ്മാണം, ഓഫീസ് ആവശ്യങ്ങൾക്കായുള്ള ഫയൽ ബോർഡുകൾ എന്നിവയും ഇവരുടെ കരവിരുതിൽ ഉൽപ്പന്നങ്ങളായിട്ടുണ്ട്. ഭിന്നശേഷി, കലാ കായിക മേഖലകളിലും ഇവിടെ നിന്നുള്ള വിദ്യാർത്ഥികൾ വളരെയേറെ മികവ് തെളിയിച്ചവരാണ്. ചക്രവർത്തി കുമാര കാട്ടിലെ മാനിനെ തോരു കണ്ടുണ്ടാക്കി മാലാരു പണ്ടൊരു ചെണ്ട. ഇത്തരം ഉൽപ്പന്നങ്ങൾ വിറ്റുകിട്ടുന്ന പണം ഓരോരുത്തരുടെയും പേരിൽ അവരുടെ വരുമാനമായി സൂക്ഷിക്കുകയാണ് പതിവ്. ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ ഭിന്നശേഷിയുള്ളവരുടെ കഴിവുകളെക്കുറിച്ച് സമൂഹത്തിൽ അവബോധം വളർത്തുകയും സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും തുല്യ പരിഗണനയും അവസരങ്ങളും ഉറപ്പുവരുത്തുകയുമാണ് ലക്ഷ്യമിടുന്നത്. ഇവിടെയുള്ള കുട്ടികളുടെ കഴിവ് കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി എപ്പോഴും ചേർന്നു നിൽക്കുന്ന ഇവിടെയുള്ള അധ്യാപകരെയും അഭിനന്ദിച്ചേ മതിയാകൂ.